പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവരെയും ഞാൻ എൻ്റെ മൈ ഇ സ്കൂൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിന്റ് മീഡിയ പബ്ലിഷിംഗ് അല്ലേ. പ്രിന്റ് മീഡിയ പബ്ലിഷിങ്ങിൽ നമുക്കറിയാം പ്രധാനമായിട്ട് 3 സ്റ്റേജസ് ഉണ്ട് അല്ലേ. വി ഹാവ് പ്രീ പ്രസ്, പ്രിന്റിംഗ് ആൻഡ് പോസ്റ്റ് പ്രസ്. ഇതിനകത്ത് ഈ 3 സ്റ്റേജസിൽ ആദ്യ 2 സ്റ്റേജസ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പോസ്റ്റ് പ്രസ് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ്. ഇത് പ്രിന്റിങ്ങിലെ അല്ലെങ്കിൽ പബ്ലിഷിങ്ങിലെ ഏറ്റവും ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് പോസ്റ്റ് പ്രസ്. അതിനകത്ത് നമുക്ക് കുറച്ച് ടാസ്കുകൾ ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. പോസ്റ്റ് പ്രസ്സിനകത്ത് എന്താണ് പോസ്റ്റ് പ്രസ് എന്ന് പറഞ്ഞാൽ, പോസ്റ്റ് പ്രസ് ഈസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജ് ഓഫ് പ്രിന്റിംഗ് പ്രോസസ്സ്. പ്രിന്റിംഗ് പ്രോസസ്സിൻ്റെ ഏറ്റവും അവസാനമായിട്ടുള്ള സ്റ്റേജാണ് പോസ്റ്റ് പ്രസ്. പ്രിന്റിങ്ങിന് ശേഷം നടക്കുന്നത് കൊണ്ടാണ് ഇതിനെ പോസ്റ്റ് പ്രസ് ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെ ആക്ടിവിറ്റി ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. പോസ്റ്റ് പ്രസ് ആക്ടിവിറ്റി പ്രധാനമായിട്ടും ഫോൾഡിങ്, എന്തൊക്കെയാണ് ഫോൾഡിങ്, അസംബ്ലിങ്, ബൈൻഡിങ് ആൻഡ് കട്ടിങ്. ഇത്രയും ആക്ടിവിറ്റീസാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? ഫോൾഡിങ്, വി ഹാവ് അസംബ്ലിങ്, വി ഹാവ് ബൈൻഡിങ് ആൻഡ് വി ഹാവ് കട്ടിങ്. ഇത്രയും ആക്ടിവിറ്റീസ് ആണുള്ളത്. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം, ഈ ഫോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പേപ്പറുകൾ ഫോൾഡ് ചെയ്യുക അല്ലേ. അസംബിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ പേപ്പറുകൾ പിന്നെ അടുക്കി വെക്കുക. പിന്നെ ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ അടുക്കി വെച്ച പേപ്പറുകൾ അവസാനം നമ്മൾ തുന്നി ചേർക്കുക, ഒട്ടിച്ചെടുക്കുകയൊക്കെ ചെയ്യാം. അവസാനം കട്ടിങ് എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞ ശേഷം ഈ പിന്നെ ആവശ്യമില്ലാത്ത പാർട്ടുകളൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇത്രയുള്ളതിനകത്ത് നമുക്ക് ഓരോന്ന് വിശദമായിട്ടൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. ഫോൾഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫോൾഡിങ്? ഫോൾഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾഡിങ് മീൻസ് വാട്ട്? സോ ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ഫോൾഡിങ്ങിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇൻ ദിസ് പ്രോസസ്, ഇൻ ദ ഫോൾഡിങ് പ്രോസസ്, folding of a document is done based on an imposition scheme. Folding of a document is done based on an imposition scheme. ഫോൾഡിങ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇംപൊസിഷൻ സ്കീം എന്ന ഒരു സംഭവം വെച്ചിട്ടാണ് ചെയ്യുക. എന്താണ് ഇംപൊസിഷൻ സ്കീം എന്ന് നോക്കാം. ഇംപൊസിഷൻ സ്കീം എന്താണ് ഇംപൊസിഷൻ സ്കീം? അതാണ് നമ്മുടെ ചോദ്യം അല്ലേ. ഈ നമ്മൾ സാധാരണ പേജ് ഡിസൈൻ ചെയ്തതിൽ എങ്ങനെയാണ്? ആദ്യത്തെ പേജ് 1 ഡിസൈൻ ചെയ്യും, പേജ് 2 ഡിസൈൻ ചെയ്യും, പേജ് 3 ഡിസൈൻ ചെയ്യും. അങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക. പക്ഷെ നമ്മൾ ഇതുപോലെയല്ല, ഈ പേജ് ഡിസൈൻ ചെയ്യുന്ന പോലെയല്ല പ്രിന്റ് ചെയ്തെടുക്കുക. പേജ് 1ഉം പേജ് 2ഉം ചിലപ്പോൾ അടുത്തടുത്ത് വരും, ചിലപ്പോൾ അടുത്തടുത്ത് വരില്ല. പ്രിന്റിംഗ് പ്ലേറ്റിൽ നമ്മൾ പേജസ് അറേഞ്ച് ചെയ്യുന്നത് പിന്നെ ഈ പേജ് 1, പേജ് 2, പേജ് 3, പേജ് 4 എന്ന ഓർഡറിലായിരിക്കില്ല. കാരണം ഇത് ഫോൾഡ് ചെയ്ത് വരുമ്പോൾ ഈ പേജുകൾ അടുത്തടുത്ത് വരണമെങ്കിൽ ശ്രദ്ധിക്കുക. പ്രിന്റ് ചെയ്ത ശേഷം ഈ പേപ്പറുകൾ ഫോൾഡ് ചെയ്ത് വരുമ്പോൾ പേജസ് അടുത്തടുത്ത് വരണമെങ്കിൽ ഈ പേജ് അറേഞ്ച് ചെയ്യുമ്പം അടുത്തടുത്ത് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇവിടെ പ്രിന്റിംഗ് പ്ലേറ്റിലും പ്രിന്റ് ചെയ്ത് വരുന്ന മാറ്ററിലും പേജസ് അടുത്തടുത്ത്, നമ്മൾ ഉദ്ദേശിക്കുന്ന പേജസ് അടുത്തടുത്തായിരിക്കില്ല. അത് ഫോൾഡ് ചെയ്ത് വരുമ്പോഴാണ് അടുത്തടുത്താവുകയുള്ളൂ. അപ്പോൾ എന്താണിത് കൃത്യമായിട്ട് മനസ്സിലായി പറഞ്ഞാൽ ചിലപ്പോൾ ഇത് കൃത്യമായിട്ട് ധാരണ കിട്ടില്ല. അതുകൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് നോക്കാം, എന്നിട്ട് ബാക്കി ഡിസ്കസ് ചെയ്യാം. hprint.co, how signatures work and why you should design any publication in sets of 16 pages. Okay, so ഇത് ഫോൾഡ് ചെയ്ത ഒരു ഡോക്യുമെന്റ് ആണ്, ഒരു ബ്രോഷറാണെന്ന് വിചാരിക്കുക. ഇതിനകത്ത് ഇദ്ദേഹം പേജ് നമ്പർ ഇടുന്നത് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിന്റെ ഇംപൊസിഷൻ സ്കീം, അതായത് ഈ പേജസ് ഒക്കെ എങ്ങനെയൊക്കെയാണ് പ്ലേസ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക. Imagine that this is a 16-page brochure. Obviously it's tiny, but it's got all 16 pages, 14, 15, 16. But notice it has page 1 and page 4 and page 5. What happened to page 2 and 3? It has page 1 and 4 and 5. Well, page 2 and 3 are in here. See, there's page 2 here, and there's page 3 here. Why is that? It's because of the signature. The way signatures are printed on large printing presses like ours is that they're actually... ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ പേജ് 6ഉം 7ഉം അടുത്ത് വന്നിട്ടുണ്ടെങ്കിലും 6ന്റെ തൊട്ടടുത്ത് ഇവിടെ പ്രിന്റിംഗ് പ്ലേറ്റിൽ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് 11 ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ 11 ആണ്, ഇവിടെ 6 ആണ്, ഇവിടെ അതുപോലെ ഇവിടെ 14 ആണ്, ഇവിടെ 3 ആണ്. 3ഉം 2ഉം അടുത്തടുത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് രണ്ടും അടുത്താണല്ലേ. പേജ് 14ഉം പേജ് 3ഉം അടുത്തടുത്താണ്.
കാരണം ഇത് ഫോൾഡ് ചെയ്ത് വരുമ്പോൾ അവസാനം എങ്ങനെ വരണം, നമ്മൾ വിചാരിക്കുന്നത് പേജ് 1, പേജ് 2, പേജ് 3 ആയിട്ട് വരണം. അങ്ങനെ വരണമെങ്കിൽ നമ്മളിങ്ങനെ പേജസ് ഇങ്ങനെ പ്ലേസ് ചെയ്യണം, ഇതുപോലെ പേജസ് പ്ലേസ് ചെയ്യണം. ഇത് ഫോൾഡ് ചെയ്ത് വരുമ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ പ്രിന്റ് ചെയ്ത് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ അടുത്തടുത്ത് വരണമെങ്കിൽ നമ്മൾ പ്രിന്റിംഗ് പ്ലേറ്റിൽ പേജസ് ഇങ്ങനെ ഡിസൈൻ ചെയ്യണം. ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കറക്റ്റ് രീതിയിൽ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പേജസ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ്, പേജസ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഇംപൊസിഷൻ സ്കീം എന്ന് പറയുന്നത്. ഇത് ബാക്കി കണ്ടാൽ മനസ്സിലാവും. Printed on one sheet of paper. They're printed totally just on one sheet of paper. So this is how it ends up looking. On one sheet of paper, page 16 and page 1 are right next to each other. Page 4 and page 13 are right next to each other. This is what's called imposition. And graphic designers generally don't have to do that anymore because it's all automatically done on software. And if you turn the page, notice how page 1's not here because page 1 is on the opposite of page. Here's page 2. It's poorly drawn, but anyway, page 1 is obviously going to be on the other side of page 2, or page 2 is, yeah, you get the picture. Anyhow, well, this is how they come out of the printing press, okay? When they come out of the printing press, all we do, we physically take this huge sheet of paper, fold it in half, we fold it in half, and then we fold it in half again. And there you have it. It's done. It's already a book, but you can't turn the pages, right? So this is what we do. We put them on giant, huge cutting machines, and we just cut one edge, and look, lo and behold, you still can't turn the pages, right? So we cut another edge, one more edge, and voila. Now what you can do is turn every single page. Turn the page, and there's page 2 and 3, page 4 and 5, page 6 and 7, and so on. So you've got all 16 pages. Yay! But now, ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഇംപൊസിഷൻ സ്കീം. അപ്പോൾ നമ്മൾ ഈ പ്രിന്റിംഗ് പ്ലേറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ പേജ് 1, പേജ് 2, പേജ് 3, പേജ് 4 അങ്ങനെയല്ല അതിനെ അറേഞ്ച് ചെയ്യുക. മറിച്ച് ഫോൾഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പേജുകൾ അടുത്തടുത്ത് വരേണ്ടത് ആ രീതിയിലാണ് വ്യത്യസ്തമായ പേജുകൾ പ്രിന്റിംഗ് പ്ലേറ്റിൽ അറേഞ്ച് ചെയ്യുക. അങ്ങനെ അറേഞ്ച് ചെയ്യാനുള്ള സ്കീമിനെയാണ് ഇംപൊസിഷൻ സ്കീം എന്ന് പറയുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കുക. ഇംപൊസിഷൻ സ്കീം എന്ന് പറഞ്ഞാൽ എന്താണ് Imposition scheme specifies how to arrange pages of a document for printing so that they will be in the correct order after folding. Whatever be nu vane, there will be. Okay, they will be in the correct order after folding. Nu parayanda Imposition scheme specifies. എന്താണ് സ്പെസിഫൈ ചെയ്യുന്നത്? ഹൗ ടു അറേഞ്ച് പേജസ് ഓഫ് എ ഡോക്യുമെന്റ്. ഒരു ഡോക്യുമെന്റ് പേജസ് എങ്ങനെ അറേഞ്ച് ചെയ്യണം ഫോർ പ്രിന്റിംഗ്, പ്രിന്റ് ചെയ്യുമ്പോൾ, സോ ദാറ്റ് ദേ വിൽ ബി ഇൻ ദ കറക്റ്റ് ഓർഡർ ആഫ്റ്റർ ഫോൾഡിങ്. ഫോൾഡ് ചെയ്ത ശേഷം അവ കറക്റ്റ് ഓർഡറിൽ വരണമെങ്കിൽ പ്രിന്റ് ചെയ്യുമ്പോൾ ഈ പേജസിനെ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യണം, അങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇംപൊസിഷൻ സ്കീം എന്ന് പറയുക. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇനി ഇതിൻ്റെ ഈ ഇംപൊസിഷൻ സ്കീമിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഫോൾഡ് ചെയ്യേണ്ടത്. ഫോൾഡ് ചെയ്യേണ്ടത് ഇംപൊസിഷൻ സ്കീമിനനുസരിച്ചാണ്. അപ്പോൾ ആരെ ഫോൾഡ് ചെയ്യുക? നമുക്ക് മാനുവലായിട്ട് ഫോൾഡ് ചെയ്യാം, ആളുകൾക്ക് തന്നെ ഫോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ മെഷീനും ഫോൾഡ് ചെയ്യാം. മെഷീൻ ഇത് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യണമെങ്കിൽ മെഷീന് എന്ത് ചെയ്യണം, ഫോൾഡിങ് മെഷീന് കൃത്യമായിട്ട് ഇംപൊസിഷൻ സ്കീം പറഞ്ഞു കൊടുക്കണം. ശ്രദ്ധിക്കുക, ഒരു മെഷീന് ഓട്ടോമാറ്റിക്കലായിട്ട് പേജസ് ഫോൾഡ് ചെയ്യണമെങ്കിൽ, ബുക്കായിട്ടോ ബ്രോഷറൊക്കെ ആയിട്ട് പേജസിനെ ഫോൾഡ് ചെയ്യണമെങ്കിൽ ആ ഓട്ടോമാറ്റിക് ചെയ്യുന്ന മെഷീനിന് കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. എന്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്? ഇതിന്റെ ഇംപൊസിഷൻ സ്കീം കൃത്യമായിട്ട് മെഷീന് കൊടുത്താലാണ് ആ ഇംപൊസിഷൻ സ്കീമിനനുസരിച്ച് ഈ പേജസ് ഫോൾഡ് ചെയ്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഈ ഫോൾഡിങ്ങിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഫോൾഡിങ് എന്താ പറഞ്ഞത്? ഇൻ ദിസ് പ്രോസസ് ഓഫ് ഫോൾഡിങ് ഓഫ് ഡോക്യുമെന്റ് ഈസ് ഡൺ ബേസ്ഡ് ഓൺ എ ഇംപൊസിഷൻ സ്കീം. ഇംപൊസിഷൻ സ്കീമിനനുസരിച്ചാണ് ഫോൾഡ് ചെയ്യേണ്ടത്. പിന്നെ പറഞ്ഞത് എ ഫോൾഡിംഗ് മെഷീൻ ക്യാൻ ഓട്ടോമാറ്റിക്കലി ഫോൾഡ് പേജസ് ബേസ്ഡ് ഓൺ എ ഗിവൺ ഇംപൊസിഷൻ സ്കീം. ഒരു ഫോൾഡിംഗ് മെഷീൻ എന്ത് ചെയ്യാൻ പറ്റും? ഓട്ടോമാറ്റിക്കലായിട്ട്
ഈ പേജസ് ഫോൾഡ് ചെയ്യാം, പ്രൊവൈഡഡ് നമ്മൾ അതിനെന്ത് കൊടുത്തിരിക്കണം, പക്ഷേ ഇംപൊസിഷൻ സ്കീം അതിനോട് അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരുന്നാൽ മാത്രമേ മെഷീൻ ഓട്ടോമാറ്റിക്കലായിട്ട് അത് ഫോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ഫോൾഡിങ് എന്ന് നമുക്കറിയാം, പേജസ് മടക്കി വെക്കുന്നതിന്. അപ്പോൾ ഉദാഹരണമായിട്ട് ന്യൂസ് പേപ്പർ ആണെങ്കിൽ 4 ഫോൾഡ് ചെയ്യും അല്ലേ, ബുക്കുകളാണെങ്കിൽ 2 ഫോൾഡ് ചെയ്യും, ബ്രോഷറാണെങ്കിൽ 4 5 ആ ബ്രോഷറിൻ്റെ സൈസിനനുസരിച്ച് ഡിസൈനനുസരിച്ച് ഫോൾഡ് ചെയ്യും. അങ്ങനെ ഫോൾഡ് ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കണം, അങ്ങനെ ഫോൾഡ് ചെയ്യണമെങ്കിൽ ഇംപൊസിഷൻ സ്കീം കൊടുക്കണം. അതാണ് നമ്മൾ നേരത്തെ കണ്ടത് വീഡിയോയിൽ. ആ ഇംപൊസിഷൻ സ്കീമിനനുസരിച്ചാണ് ഫോൾഡിങ് നടത്തുക. ആ ഇംപൊസിഷൻ സ്കീം ആർക്ക് കൊടുക്കണം, ഫോൾഡിങ് മെഷീന് കൊടുക്കണം. എങ്കിൽ ഫോൾഡിങ് മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഇംപൊസിഷൻ സ്കീമിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ പേജസ് ഫോൾഡ് ചെയ്യും. സോ ദാറ്റ് ഈസ് ദ ഫോൾഡിങ് ആക്ടിവിറ്റി. നെക്സ്റ്റ് വൺ ഈസ് എന്താണ് അടുത്തത്, അസംബ്ലിങ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് അസംബ്ലിങ്. അസംബ്ലിങ് എന്ന് പറഞ്ഞാൽ ഈ പ്രിന്റ് ചെയ്ത പേജസ് പിന്നെ ഫോൾഡൊക്കെ ചെയ്ത ശേഷം ഇങ്ങനെ അടുക്കി വെക്കുന്നതിനാണ് പിന്നെ എന്ത് പറയുന്നത്, അസംബ്ലിങ്. ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ ആണെങ്കിൽ 14 പേജ് ഉണ്ടെങ്കിൽ പുറത്ത് 2 പേജ്, അതിനകത്ത് പിന്നെ ബാക്കിയുള്ള പേജസ് ഇങ്ങനെ അടുക്കി വെക്കണം അല്ലേ. അത് മാഗസിൻ ആണെങ്കിലും ഫ്രണ്ട് കവർ പേജ് ഉണ്ടാവും, കവർ പേജിനകത്ത് മറ്റ് പേജസ് എന്ത് ചെയ്യണം, അടുക്കി വെക്കണം. അങ്ങനെ അടുക്കി വെച്ചാലാണ് ഇത് ബൈൻഡ് ചെയ്യാൻ പറ്റിയുള്ളൂ. ബൈൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യേണ്ടതാണ് ഈ പേജസ് അടുക്കി വെക്കുക. ആ അടുക്കി വെക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്, അസംബ്ലിങ് എന്ന് നമ്മൾ ടെക്നിക്കലി അതിന് പറയുക. അസംബ്ലിങ് എന്താണ്, പുട്ടിങ് ഓൾ ദ പേജസ് ഓഫ് എ ഡോക്യുമെന്റ് ഇൻ ദ കറക്റ്റ് ഓർഡർ ഫോർ ബൈൻഡിങ് ഈസ് കോൾഡ് അസംബ്ലിങ്. ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ പേജസും, ഡോക്യുമെന്റിലെ എല്ലാ പേജസും കൃത്യമായ ഓർഡറിൽ അടുക്കി വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, പിന്നെ അസംബ്ലി. ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്കോ മാഗസിനോ ന്യൂസ് പേപ്പറോ ഒക്കെ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ആ പേജസിനെ, അതിനകത്തുള്ള പേജസിനെ കറക്റ്റ് ഓർഡറിൽ പ്ലേസ് ചെയ്യുന്നതിനെ, അടുക്കി വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അസംബ്ലിങ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പോയിന്റ്, വാട്ട് ഡസ് ഇറ്റ് സേ, ഇറ്റ് ക്യാൻ ബി ഡൺ മാനുവൽ, സെമി ഓട്ടോമാറ്റിക് ഓർ ഫുള്ളി ഓട്ടോമാറ്റിക്. ഇത് മാനുവലായിട്ട് ചെയ്യാം, പിന്നെ അസംബ്ലിങ് മാനുവലായിട്ട് ചെയ്യാം, പേജസ് അടുക്കി വെക്കുന്നത് മാനുവലായിട്ട് ചെയ്യാം, വളരെ സ്ലോ ആയിരിക്കും. പിന്നെ സെമി ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനുഷ്യർ ചെയ്യും, ബാക്കിയുള്ളത് മെഷീൻ ചെയ്യും. അതിനെയാണ് സെമി ഓട്ടോമാറ്റിക് എന്ന് പറയുക. പാതി ഓട്ടോമാറ്റിക്, സെമി ഓട്ടോമാറ്റിക്. കുറച്ച് മാനുവലായിട്ട് ചെയ്യും, ബാക്കിയുള്ളത് പിന്നെ മെഷീൻ ചെയ്യും. സോ ദാറ്റ് ഇസ് സെമി ഓട്ടോമാറ്റിക്. ഫുള്ളി ഓട്ടോമാറ്റിക് ന്യൂസ് പേപ്പറിലൊക്കെ കംപ്ലീറ്റ് ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്, എല്ലാം മെഷീനാ ചെയ്യാം, ഹ്യൂമൻ ഇന്റർവെൻഷൻ തീരെ ഉണ്ടാവില്ല ന്യൂസ് പേപ്പറിനകത്ത്. അങ്ങനെയുള്ള വലിയ പ്രിന്റിംഗ് പ്രോസസ്സിലൊന്നും മാനുവൽ ഇന്റർവെൻഷൻ ഉണ്ടാവില്ല. അതായത് മാനുവലായിട്ട് നമ്മളായിട്ടൊന്നും ചെയ്യില്ല, എല്ലാം മെഷീനാ ചെയ്യുക. അതാണ് ഫുള്ളി ഓട്ടോമാറ്റിക്. അപ്പോൾ 3 രീതിയിൽ ചെയ്യാം. മാനുവലായിട്ട് ചെയ്യാം, വളരെ സ്ലോ ആയിരിക്കും. സെമി ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാം, കുറച്ച് നമ്മളും ബാക്കി പിന്നെ മെഷീൻ ചെയ്യും. പിന്നെ ബാക്കി ഇനി വേണമെങ്കിൽ നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് കംപ്ലീറ്റ് മെഷീൻ ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് വി കോൾ അസംബ്ലി. അസംബ്ലി എന്ന് പറഞ്ഞാൽ എല്ലാ പേജസും അടുക്കി വെക്കുന്നതിനെ, കൃത്യമായിട്ട് അടുക്കി വെക്കുന്നതിനാണ് നമ്മൾ അസംബ്ലി എന്ന് പറയുക. സോ നെക്സ്റ്റ് വൺ ഈസ് ബൈൻഡിങ്. ബൈൻഡിങ് എന്നുള്ളതാണ് നെക്സ്റ്റ് ആക്ടിവിറ്റി. പോസ്റ്റ് പ്രസ്സിലെ നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് ബൈൻഡിങ്. എന്താണ് ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ, കമ്പൈലിംഗ് എ ബുക്ക് ഓർ മാഗസിൻ ഫ്രം അസംബിൾഡ് പേജസ് ഈസ് കോൾഡ് ബൈൻഡിങ്. കമ്പൈലിംഗ് എ ബുക്ക് ഓർ മാഗസിൻ ഫ്രം അസംബിൾഡ് പേജസ് ഈസ് കോൾഡ് ബൈൻഡിങ്. അതായത് അടുക്കി വെച്ച പേപ്പറുകളെ, പേജസിനെ ഒരു ബുക്കോ മാഗസിനോ ആക്കി മാറ്റുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ബൈൻഡിങ്. അതായത് എന്താ ബൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ പശ തേച്ചിട്ടോ അല്ലെങ്കിൽ നൂല് കൊണ്ട് തുന്നിയിട്ടോ അല്ലെങ്കിൽ സ്പൈറലായിട്ടോ ഒക്കെ നമ്മൾ ബൈൻഡ് ചെയ്യും. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ബൈൻഡിങ്. ഓക്കെ, അപ്പോൾ അത് പല ടൈപ്പ് ബൈൻഡിങ് ഉണ്ട്, അത് നമ്മൾ എക്സാമിന് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ടൈപ്സ് ഓഫ് ബൈൻഡിങ് എന്നുള്ളത് നമുക്ക് എക്സാമിന് ഡിസ്കസ് ചെയ്യേണ്ട, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ടൈപ്സ് ഓഫ് ബൈൻഡിങ്. എന്താണ് ടൈപ്സ് ഓഫ് ബൈൻഡിങ് എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് 4 പ്രധാനപ്പെട്ട ബൈൻഡിങ് മെത്തേഡ്സ് ആണ്, നമുക്ക് ടൈപ്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ആദ്യത്തേതാണ് ഹാർഡ് കവർ ബൈൻഡിങ്. എന്താണ് ഹാർഡ് കവർ ബൈൻഡിങ്? ഹാർഡ് കവർ ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ പേര് കേട്ടാൽ അറിയാം, അല്ല പിന്നെ
കട്ടിയുള്ള ചട്ടയ്ക്കകത്ത് പേജസ് അടുക്കി വെച്ചിട്ട് ബൈൻഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹാർഡ് കവർ ബൈൻഡിങ്. ഇത് ജസ്റ്റ് ആ പേരുകൾ ഓർത്താൽ തന്നെ മതി പരീക്ഷയ്ക്ക്. ഇത് പിന്നെ നമുക്കൊക്കെ ധാരണയുള്ളതാണ്. പഴയ കാലത്തൊക്കെ ഹാർഡ് കവർ ബൈൻഡിങ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഉണ്ടോ, ഇങ്ങനെ ബൈൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇങ്ങനെ നല്ല കട്ടിയുള്ള ചട്ടയ്ക്കകത്ത് ഇങ്ങനെ ബൈൻഡ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാർഡ് കവർ ബൈൻഡിങ് എന്ന് പറയുന്നത്. അതൊക്കെ കണ്ടല്ലോ, ഇങ്ങനെ കനമുള്ള ചട്ടയ്ക്കകത്ത് പേജസ് വെച്ചിട്ട് ബൈൻഡ് ചെയ്ത് എടുക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹാർഡ് കവർ ബൈൻഡിങ്. മറ്റൊരു രീതിയാണ് ഈ ഹാർഡ് കവർ ബൈൻഡിങ്ങിനകത്ത് നമ്മൾ ഒരു ടേം നമുക്ക് ശ്രദ്ധിക്കാം. അതാണ് കാലിക്കോ എന്ന് പറയുന്നത്. കാലിക്കോ എന്ന് പറഞ്ഞാൽ ഈ നല്ല പ്രിന്റ് ചെയ്ത കോട്ടൺ തുണിയാണ്. അത് പഴയ കാലത്ത് ഈ ചട്ടേൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒട്ടിക്കുമായിരുന്നു നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അത് കാലിക്കറ്റിൽ വളരെ ഫേമസ് ആയിരുന്നു. പഴയ കാലമാണ് ഓർക്കണേ. പഴയ കാലത്ത് ഈ കാലിക്കോ ഒട്ടിച്ച നല്ല ഫാബ്രിക് പെയിൻ്റൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന തുണി, ഈ കോട്ടൺ തുണികൾ നല്ല രീതിയിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന കോട്ടൺ തുണികൾ പിന്നെ ഉപയോഗിച്ച് നമ്മൾ പിന്നെ ഈ ചട്ടയ്ക്ക് പുറത്ത് എന്ത് ചെയ്തിരുന്നു, പിന്നെ ഒട്ടിക്കാൻ ഉപയോഗിച്ചിരുന്നു. അങ്ങനെയുള്ള ഈ പ്ലെയിൻ കോട്ടൺ തുണിക്കാണ് എന്ത് പറയുന്നത്, കാലിക്കോ എന്ന് പറയുന്നത്. കാലിക്കോ പ്ലെയിൻ കോട്ടൺ വോവൺ ഫാബ്രിക് പ്രിന്റഡ് ഡിസൈൻസ് യൂസ്ഡ് ഫോർ ഹാർഡ് കവർ ബൈൻഡിങ് ഈസ് കോൾഡ് എന്താണ് ഈ കാലിക്കോ ഈസ് എ പ്ലെയിൻ കോട്ടൺ വോവൺ ഫാബ്രിക് പ്രിന്റഡ് ഡിസൈൻ യൂസ്ഡ് ഫോർ ഹാർഡ് കവർ ബൈൻഡിങ്. ഇത് ഉണ്ടാക്കിയിരുന്നത് കോഴിക്കോടാണ്, കാലിക്കറ്റ്. അതുകൊണ്ടാണ് ഇതിന് കാലിക്കോ എന്നുള്ള പേര് കണ്ട് വളരെ ഫേമസ് ആയിരുന്നു പിന്നെ കാലിക്കോ. ഓക്കെ, ഇനി അതിൻ്റെ ഒരു ഇമേജ് നമുക്ക് വേണമെങ്കിൽ കാണാം. കാലിക്കോ ഇങ്ങനെയുള്ള ഡിസൈൻസ് ഉപയോഗിച്ചിരുന്നു. പിന്നെ നമ്മുടെ ഇങ്ങനെയൊക്കെയുള്ള ഡിസൈൻസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തിരുന്നു, പിന്നെ ഈ ചട്ടയ്ക്ക് മുകളിൽ ഒട്ടിച്ചു വെച്ചിരുന്നു നല്ല തുണി പ്രിന്റഡ്. ചിലത് നല്ല ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ് തുണികളൊക്കെ ഉണ്ടായിരുന്നു പഴയ കാലം. ഇതൊക്കെ കണ്ടാൽ നമുക്കറിയാം, ഓർമ്മയിൽ വരും, ഇതൊക്കെ നമ്മൾ പണ്ട് ഉപയോഗിച്ചതാണ്. ഓക്കെ, ഇതാണ് കാലിക്കോ. പ്രിന്റഡ് കോട്ടൺ ആണ് ഈ കാലിക്കോ. അത് ഈ ബൈൻഡ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന കാലിക്കറ്റിൽ പിന്നെ വളരെ ഫേമസ് ആയിട്ട് പോപ്പുലർ ആയിരുന്ന ഒരു പിന്നെ ഈ മെറ്റീരിയലാണ് ഈ കാലിക്കോ. അതിൽ ആദ്യത്തെ ബൈൻഡിങ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഹാർഡ് കവർ ബൈൻഡിങ്. നല്ല കനമുള്ള ചട്ടക്കകത്ത് പേജസ് പ്ലേസ് ചെയ്തിട്ട് ബൈൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹാർഡ് കവർ ബൈൻഡിങ്. നെക്സ്റ്റ് വിൽ ഡിസ്കസ് സ്പൈറൽ ബൈൻഡിങ് എല്ലാവർക്കും അറിയായിരിക്കും. ചെറിയ സുഷിരങ്ങൾ ഇട്ടിട്ട്, ഹോൾസ് ഇട്ടിട്ട് അതിനകത്തൂടെ ഈ പിന്നെ വയർ ഇങ്ങനെ പാസ് ചെയ്തിട്ട് ചെയ്യുന്ന ബൈൻഡിങ് ആണ് എന്ത് ഈ പറഞ്ഞിരിക്കുന്ന സ്പൈറൽ ബൈൻഡിങ് എല്ലാവർക്കും അറിയായിരിക്കും, എല്ലാവരും കണ്ടിട്ടുണ്ട്. ഈ വളരെ സിമ്പിളായിട്ടുള്ള ബൈൻഡിങ് പ്രോസസ്, ആർക്കും ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ബൈൻഡിങ് പ്രോസസ്സാണ് എന്ത് ഈ പിന്നെ സ്പൈറൽ ബൈൻഡിങ് അല്ലേ. ഇതൊക്കെ സ്പൈറൽ ബൈൻഡിങ്ങിന് എക്സാമ്പിളാണ്. നമ്മൾ അധികം ഡിസ്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ദിസ് ഇസ് വാട്ട് സ്പൈറൽ ബൈൻഡിങ്. എന്താണ് സ്പൈറൽ ബൈൻഡിങ് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ബൈൻഡിങ് ഡൺ ബൈ യൂസിങ് എ സ്പൈറൽ ഓഫ് കണ്ടിന്യൂസ് വയർ ലൂപ്ഡ് ത്രൂ ഹോൾസ്. ഒരു കണ്ടിന്യൂസ് വയർ, അതായത് ഈ പേപ്പറിനകത്ത് പിന്നെ ഹോൾസ് ഉണ്ടാക്കിയിട്ട് ആ ഹോൾസിലൂടെ പിന്നെ സ്പൈറലായിട്ട് വയർ കടത്തിവിട്ട് ചെയ്യുന്ന ബൈൻഡിങ് പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത് ഈ സ്പൈറൽ ബൈൻഡിങ്. വളരെ സിമ്പിളാണ്, ആ പേര് ഓർത്തിരുന്നാലും മതി കേട്ടോ, സ്പൈറൽ ബൈൻഡിങ്. മറ്റൊരു ബൈൻഡിങ് പ്രോസസ്സാണ് എന്ത് തെർമലി ആക്ടിവേറ്റഡ് ബൈൻഡിങ്. നല്ല സ്റ്റാൻഡേർഡ് കമ്പനീസൊക്കെ പൊതുവെ ചെയ്യുന്ന ബുക്കുകളൊക്കെ ബൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് തെർമലി ആക്ടിവേറ്റഡ് ബൈൻഡിങ്. ഇവിടെ എന്താണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ പേജസ് ഗം ഉപയോഗിച്ച് ഗം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ പൊട്ടിച്ചെടുത്തിട്ട് ചൂടാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതിനെ തണുപ്പിച്ചെടുക്കുക. ഇതാണ് ഈ തെർമലി ആക്ടിവേറ്റഡ് ബൈൻഡിങ് പ്രോസസ്സ്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ പ്രസന്റ് ചെയ്യാം. Welcome to my binding video. This is a product review of the Perfect Bind T30, a thermal binder by My Binding. This thermal binder, exclusively made for My Binding, can help you go from this to this in a few easy steps. Let's watch it in action and review its features. It's no more difficult than turning the machine on. There's only one page of instructions, so it's the simplest machine to use. As a thermal binding system, you will need to use pre-made thermal binding covers, but this built-in glue really does a great job.
Once your project is all assembled, you can ആ പിന്നെ കവറിനകത്ത് പേജസ് വെച്ചിട്ട് ഇനി ഈ മെഷീനകത്ത് വെച്ചിട്ട് പിന്നെ ഗമ്മുണ്ടാവും, ചൂടാക്കിയെടുക്കും. അതാണ് ഈ ചൂടാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതിനെ തണുപ്പിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ കാണാൻ പോകുന്നത്. place either one or multiple books inside the heating unit at the same time. The maximum width, however, is 1 inch. Anything larger, you'll need a different machine, and the length is 11.8 inches, so anything longer than a standard-sized document will not be able to be used on this machine. The built-in timer will ഇപ്പോൾ എല്ലാം ചൂടാക്കി നെക്സ്റ്റ് ഉടനെ തന്നെ അതിനെ തണുപ്പിച്ചെടുക്കുകയാണ്. നെക്സ്റ്റ് അവിടെ വെച്ച് തണുപ്പിച്ചെടുക്കും. It's very simple and moderately stable. But after just a few minutes of heating and a few minutes of cooling, you'll have a great looking book, and for under $90, this is a great buy from My Binding. For more binding tips, how ഇതാണ് ഇവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്ക് വളരെ സിമ്പിളാണ്. പേജസ് ഒക്കെ ഒരു പശ തേച്ചിട്ട് ഗമ്മ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചിട്ട് ആ ഹീറ്ററിൽ വെച്ചിട്ട് അതിനെ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അതിനെടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കൂളിംഗ് സിസ്റ്റത്തിൽ വെച്ചിട്ട് അതിനെ തണുപ്പിച്ചെടുക്കും. ഇങ്ങനെ ചെയ്യുന്ന ബൈൻഡിങ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക, തെർമലി ആക്ടിവേറ്റഡ് ബൈൻഡിങ് എന്ന് പറയുക. ഇനി ലാസ്റ്റ് വൺ ബൈൻഡിങ് സ്റ്റിച്ചിങ് ആണ്. നമുക്കൊക്കെ പരിചയമുണ്ട്, തുന്നി ചേർക്കാൻ പേജസ് തുന്നിയെടുക്കുന്ന ബൈൻഡിങ് ആണ്. ഞാൻ എൻ്റെ നോട്ട്സ് പിന്നെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. തുന്നിയെടുക്കുന്ന ബൈൻഡിങ്, പേജസ് തുന്നിയെടുക്കുന്ന പ്രോസസ്സ്, അതിൻ്റെ ചില ഇമേജസ് കണ്ടാൽ തന്നെ എനിക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. ഇതാ ഇങ്ങനെ തുന്നി എടുക്കുന്ന ബൈൻഡിങ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഈ പിന്നെ നമുക്ക് കണ്ട തുന്നിയെടുത്ത് ഇതിനെയാണ് സ്റ്റിച്ചഡ് ബൈൻഡിങ് എന്ന് പറയും. ഇത് വളരെ സിമ്പിളാണ്, പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എക്സാമിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ടൈപ്സ് ഓഫ് ബൈൻഡിങ് നമുക്ക് പറയാം: ഹാർഡ് കവർ ബൈൻഡിങ്, സ്പൈറൽ ബൈൻഡിങ്, തെർമലി ആക്ടിവേറ്റഡ് ബൈൻഡിങ് ആൻഡ് സ്റ്റിച്ചഡ് ബൈൻഡിങ്. ഓക്കെ, സോ നമ്മൾ എന്ത് കൂടെ കവർ ചെയ്തു? ബൈൻഡിങ് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ എന്തൊക്കെ കവർ ചെയ്തു? ഫോൾഡിങ് കംപ്ലീറ്റ് ചെയ്തു, അസംബ്ലിങ് കംപ്ലീറ്റ് ചെയ്തു, ബൈൻഡിങ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ലാസ്റ്റ് ഉള്ളത് എന്താണ്? കട്ടിങ് എന്നുള്ള ആക്ടിവിറ്റിയാണ്. പോസ്റ്റ് പ്രസ്സിലെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് കട്ടിങ്. അതെന്താണെന്ന് നോക്കാം. കട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ബൈൻഡൊക്കെ ചെയ്ത ശേഷം നമ്മൾ നേരത്തെ പേജ് ഡിസൈൻ ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ക്രോപ്പ് മാർക്ക് അല്ലേ? എന്തിനായിരുന്നു? ട്രിം ചെയ്ത് കളയാം, ആവശ്യമില്ലാത്ത പാർട്ടുകൾ ട്രിം ചെയ്ത് കളയാം. അത് ഇപ്പോഴാണ്, ഈ സമയത്താണ് ആ ക്രോപ്പ് മാർക്കിനനുസരിച്ച് ആവശ്യമില്ലാത്ത പാർട്ടുകൾ നമ്മൾ ട്രിം ചെയ്ത് കളയേണ്ടത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. കട്ടിങ് ഈസ് ഡൺ അക്കോർഡിംഗ് ടു ദ ക്രോപ്പ് മാർക്സ് പ്രിന്റഡ് ഓൺ ദ പേപ്പർ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്ന ക്രോപ്പ് മാർക്കിനനുസരിച്ച് ക്രോപ്പ് മാർക്ക് പ്രിന്റ് ചെയ്ത ഏരിയയിൽ വെച്ചിട്ട് ആവശ്യമില്ലാത്ത പാർട്ട് കട്ട് ചെയ്ത് കളയും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കട്ടിങ് ക്യാൻ ബി ഡൺ മാനുവൽ ഓർ ഓട്ടോമാറ്റിക്കലി. കട്ടിങ് നമുക്ക് മാനുവലായിട്ട് ചെയ്യാം, പിന്നെ നമുക്ക് തന്നെ ചെയ്യാം, കട്ടിങ് മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ച് ഓട്ടോമാറ്റിക്കലായിട്ട് ഇത് ചെയ്യാം. ഇതിനൊക്കെ ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ മാനുവലായിട്ട് ചെയ്യുന്നവരുണ്ട്, സെമി ഓട്ടോമാറ്റിക് ചെയ്യുന്നവരുണ്ട്, ഫുള്ളി ഓട്ടോമാറ്റിക് ചെയ്യുന്നുണ്ട്. ഈ പ്രോസസ്സൊക്കെ നമുക്ക് മെഷീൻ വെച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്യാം. ഇനി ഇതിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ചെറിയ പോയിന്റാണ് പെർഫറേഷൻ. പെർഫറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പെർഫറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പെർഫറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഇവിടെ ഈ സ്റ്റാമ്പിൽ കണ്ടില്ലേ ചെറിയ ഹോൾസ് ഇട്ടത്, പിന്നെ ഇങ്ങനെ റോ ഓഫ് ഹോൾസ് നമുക്ക് കാണാൻ പറ്റും. സീരിയലായിട്ട് ഇങ്ങനെ ഹോൾസ്, അതെന്താ വെച്ചാൽ പെട്ടെന്നായിട്ട് കീറിയെടുക്കാനും പാകത്തിനാണ്. നമ്മളിപ്പോൾ നമ്മളെ റെസിപ്റ്റ് ബുക്കില്ലേ, റെസിപ്റ്റ് ബുക്ക് നമ്മൾ ക്ലബിലൊക്കെ പിരിവിനൊക്കെ പോകുമ്പോൾ റെസിപ്റ്റ് ബുക്ക് നമ്മൾ മുറിച്ചെടുക്കാനകത്ത് ചെറിയ ഒരു പിന്നെ സുഷിരങ്ങളിടും അല്ലേ, ഹോൾസ് ഇടും. ഹോൾസ് പഞ്ച് ചെയ്യുക എന്ന് പറയാം, ഹോൾസ് പഞ്ച് ചെയ്യും. ആ പഞ്ച് ചെയ്ത ഹോൾസിനെയാണ് നമ്മൾ പെർഫറേഷൻ എന്ന് പറയുന്നത്. ആ പഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസാണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ പിന്നെ പഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസാണ്. നമ്മൾ ഈ കണ്ടിരിക്കുന്ന ഇതെല്ലാം പഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ റൺ ചെയ്ത് അങ്ങനെ ഓടിച്ച് ചെയ്യാം അല്ലേ. പഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസാണ് ഇവിടെ ഈ സൈഡിലൊക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. കണ്ടോ ഇങ്ങനെ പഞ്ച് ഇവിടെയൊക്കെ കണ്ടോ പഞ്ച് ചെയ്യുന്ന രീതി കാണിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചാൽ മതി. അതിൻ്റെ പേപ്പറിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വലിച്ചാൽ ആ പിന്നെ വീല് കറങ്ങുക. വീലിനകത്ത് നിറയെ പിന്നുകളാണ്. അത് ഹിറ്റ് ചെയ്യുന്നിടത്തൊക്കെ ഹോൾസ് ഫോം ചെയ്യും. അത് ശ്രദ്ധിക്കുക. നൗ അപ്പോൾ നമ്മൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തു അല്ലേ. പോസ്റ്റ് പ്രസ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ആക്കി. പോസ്റ്റ് പ്രസ്സിൽ നമുക്ക് ആകെ 4 ആക്ടിവിറ്റി ഉള്ളത്. ഫോൾഡിങ് അല്ലേ, ഫോൾഡിങ്, ദെൻ അസംബ്ലിങ്, ദെൻ ബൈൻഡിങ്, ദെൻ കട്ടിങ്. ഇത്രയും ആക്ടിവിറ്റീസ് ആണ്. ഞാൻ കട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ കൂടെ നമുക്ക് കാണാം. കട്ടിങ് മെഷീൻ വെച്ച് കട്ട് ചെയ്യുന്ന രീതി നോക്കാറുണ്ട്.
പ്രിന്റ് ചെയ്ത് ഫോൾഡിങ് മെഷീനകത്ത് കടത്തി വിട്ട് അല്ലേ കംപ്ലീറ്റ് പ്രോസസ്സ് കാണിക്കുന്നുണ്ട്. പ്രിന്റ് ചെയ്ത് വരുന്നു, പേജസ് പ്രിന്റ് ചെയ്ത് വരുന്നു. ഇതാണ് കട്ടിംഗ് മെഷീനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ക്രോപ്പ് മാർക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് സെമി ഓട്ടോമാറ്റിക് ആണ്. പകുതി കാര്യം പേജസൊക്കെ അറേഞ്ച് ചെയ്യുന്നതൊക്കെ പിന്നെ മാനുവലാണ്. കട്ട് ചെയ്യുന്ന മെഷീനാണ്. ഇങ്ങനെയുള്ള മെഷീനാണ്, ഇങ്ങനെയുള്ള പ്രൊസസ്സിനെ നമ്മൾ സെമി ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത്. ചിലതിൽ ഈ പറയുന്ന കംപ്ലീറ്റ് കാര്യം മെഷീനാണ് ചെയ്യുക. ദാറ്റ് ഇസ് ഫുള്ളി ഓട്ടോമാറ്റിക്. ബൈൻഡ് ചെയ്ത് ബുക്കായിട്ട് വരുന്ന എല്ലാ പ്രോസസ്സും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് പോസ്റ്റ് പ്രസ് ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്തു. ഫോൾഡിങ്, അസംബ്ലിങ്, ബൈൻഡിങ്, കട്ടിങ്. പിന്നെ അതിൻ്റെ ഒരു ബുക്ക് കംപ്ലീറ്റ് പിന്നെ പ്രിൻ്റ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ബൈൻഡ് ചെയ്ത് പാക്ക് ചെയ്യുന്നത് വരെ നമ്മൾ മനസ്സിലാക്കി അല്ലേ. അപ്പോൾ നമ്മൾ പ്രിൻറ്റിങ്ങിൻ്റെ എല്ലാ പ്രോസസ്സുകളും ഈ ഒരു പിന്നെ സെഷനോടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. പ്രിൻറ്റ് മീഡിയ പബ്ലിഷിംഗ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട 3 ആക്ടിവിറ്റി ഉണ്ട്: പ്രീ പ്രസ്, പ്രിൻറ്റിങ് ആൻഡ് പോസ്റ്റ് പ്രസ്. പ്രീ പ്രസ്സിനകത്ത് നമുക്ക് പിന്നെ ഡിസൈൻ പ്രിൻസിപ്പിൾസും ഡിസൈൻ എലമെൻസും ഒക്കെ നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തു. പിന്നെ അതിനകത്ത് കുറേ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്തു. പ്രിൻറ്റിങ് ടെക്നോളജീസ് ഡിസ്കസ് ചെയ്തു. പോസ്റ്റ് പ്രസ്സിലെ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള പിന്നെ ബൈൻഡിങ്, കട്ടിങ്, അസംബ്ലിങ് എല്ലാം നമ്മൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഈ നെക്സ്റ്റ് സെഷൻ നമ്മൾ പ്രിന്റ് മീഡിയ പബ്ലിഷിങ്ങിന് പകരം ഇന്ന് ഏറ്റവും പ്രചാരത്തിലുള്ള ഇലക്ട്രോണിക് പബ്ലിഷിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അടുത്ത സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം കൂടെ, ചെറിയ 1-2 കാര്യങ്ങൾ കൂടെ ഡിസ്കസ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയറുകളുണ്ട്, DTP സോഫ്റ്റ്വെയർ എന്ന് പറയും.
അതിൻ്റെ ചില എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്കറിയാം ഡിസൈൻ ഫേസിലാണ് DTP സോഫ്റ്റ്വെയർ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്, ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടാണ്. അതിൽ നമുക്ക് 3 എക്സാമ്പിളാണ് പഠിക്കാനുള്ളത്. സ്ക്രൈബസ്, അഡോബി ആൻഡ് കോർക്ക് എക്സ്പ്രസ് എന്ന് 3 നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പറയുന്ന പേരുകളാണ്. ഓപ്പൺ സോഴ്സ് ആണ് ഇതിനകത്ത് ചിലത്. പിന്നെ അഡോബി ഇൻ ഡിസൈൻ, അഡോബി ഫോട്ടോഷോപ്പ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പലരും കണ്ടിട്ടുണ്ടാവും. മറ്റൊന്നാണ് സ്ക്രൈബസ്, അഡോബി ഇൻ ഡിസൈൻ, ദെൻ കോർക്ക് എക്സ്പ്രസ്. ഇതെന്താന്ന് വെച്ചാൽ സോഫ്റ്റ്വെയറുകളാണ് നമുക്ക് പിന്നെ നമ്മളുടെ വേർഡ് പ്രോസസ്സറൊക്കെ ഇല്ല, അതിൻ്റെ അഡ്വാൻസ്ഡ് ആണ് സംഭവം. പിന്നെ അത് നമുക്ക് പെട്ടെന്ന് പേജസ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ ചെറിയ സ്ക്രീൻഷോട്ടുകളാണ് ഇങ്ങനെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇതാണ് ആ സോഫ്റ്റ്വെയറിൻ്റെ ഡിസൈനിങ് ചെയ്യുമ്പോഴുള്ള ചില സ്ക്രീൻഷോട്ടാണ്. ഇത് ഏത് കണ്ടാലും ഏകദേശം ഒരുപോലെ ഇരിക്കും. ഇപ്പോൾ അഡോബി ഡിസൈൻ എടുത്താലും നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒരേ പേർപ്പസിനുള്ള സോഫ്റ്റ്വെയറാണ്. ഒക്കെ പേജസ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പർപ്പസ്. ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഉപയോഗിക്കുന്ന DTP സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഇസ് കോർക്ക് എക്സ്പ്രസ്. സോ ഇതെല്ലാം ഒരേ പേർപ്പസിന് ഉപയോഗിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള DTP സോഫ്റ്റ്വെയറുകളാണ്. ഈ പേര് നിങ്ങൾ ഓർത്തിരിക്കുക, സ്ക്രൈബസ്, അഡോബി ഇൻ ഡിസൈൻ ആൻഡ് കോർക്ക് എക്സ്പ്രസ്. ഇനി നമ്മൾ പിന്നെ ഈ സെഷൻ്റെ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ന്യൂസ് പേപ്പർ പ്രിൻറ്റിങ്ങിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോയും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. പിന്നെ ഇലക്ട്രോണിക് പ്രിൻറ്റിങ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് പബ്ലിഷിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ പബ്ലിഷിംഗ് എന്ന സെഷൻ നമ്മൾ അടുത്ത ഡിസ്കഷൻ അടുത്ത പിന്നെ വീഡിയോയിൽ നമ്മൾ കാണും. ന്യൂസ് പേപ്പർ എങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യുന്നതെന്ന് നമുക്കിവിടെ ഒന്ന് നോക്കാം. Okay, so we have done with this session. Print media publishing നമ്മൾ എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾ ഈ പിന്നെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് എഴുതാം. അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ ശ്രമിക്കുക. ഒരിക്കൽ കൂടി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സ്നേഹപൂർവ്വം ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. ഞാൻ നൗഷാദ് റഹീം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.